പരസ്പരം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്ത കുറച്ച് ദിവസങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. ആ വാർത്ത ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദേശത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൊവ്വാഴ്ച ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും പരസ്പര നേട്ടത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ആശംസകൾ അറിയിച്ചു. ഈ സന്ദേശത്തിന് പുറമെ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ്ങും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സന്ദേശം അയച്ചു. ഈ വാർത്ത ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് പുറത്തുവിട്ടത്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും തിരിച്ചും ആശംസകൾ അറിയിച്ചതായി പറയുന്നു. ഇതെല്ലാം ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് നല്ല ലക്ഷണങ്ങളാണ്. കാരണം ലോക ജനസംഖ്യയുടെ 1/3 ഉള്ളതും ഈ രണ്ട് രാജ്യങ്ങളിലാണ് എന്നതുകൂടി ഓർക്കണം. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒത്തുചേരലിന് നന്ദി പറയേണ്ടത് ശരിക്കും ട്രംപിനോടും US-നോടുമാണ്. കാരണം അമേരിക്ക ഏർപ്പെടുത്തുന്ന വ്യാപാര തീരുവകൾ കൊണ്ട് ലോകത്താകമാനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. അതിലേറ്റവും ബുദ്ധിമുട്ടുന്നത് ചൈനയാണ് താനും. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്കും സ്റ്റീലിനുമെല്ലാം ഇങ്ങനെ താരിഫ് വർദ്ധിപ്പിച്ചു. ഇത് ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും വില കൂടുകയും അതോടുകൂടി വിൽപ്പന കുറയുകയും ചെയ്യുന്നതോടെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിലേക്ക് കമ്പനികളെ നിർബന്ധിതരാക്കും. ഇതിനെല്ലാം പുറമെയാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേരെ US താരിഫ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ആ വാർത്ത. ഇത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇതിനു പുറമെയാണ് ബുധനാഴ്ചയോടുകൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്താൻ പോകുന്ന അധിക നികുതി. ഇങ്ങനെ അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും മാത്രമല്ല, മെക്സിക്കോയും കാനഡയും ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ദക്ഷിണ കൊറിയ, ഇറാൻ, ജപ്പാൻ എന്നു വേണ്ട സകല രാജ്യങ്ങളും സമ്മർദ്ദത്തിലാണ്. റഷ്യയ്ക്ക് ഉപരോധം പണ്ട് മുതലേ ഉള്ളതാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഈ നടപടികൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതാണ് ഇത്ര പെട്ടെന്ന് എല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒന്നിക്കാനുണ്ടായ കാരണവും. ഇനി കുറച്ച് പിന്നിലേക്ക് പോയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ തന്നെ ചൈനയുമായി പ്രശ്നങ്ങളുണ്ട്. പലതവണ സൈനിക ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇത്ര വലിയ ശത്രുത ഉടലെടുത്തത് 2020 അതിർത്തി പ്രദേശമായ ഗൽവാൻ താഴ്വരയിലെ സൈനികരുടെ ഏറ്റുമുട്ടലുകളെ തുടർന്നാണ്. അതിൽ 20ഓളം പട്ടാളക്കാരെ ഇന്ത്യക്കും 50-ന് മുകളിൽ പട്ടാളക്കാരെ ചൈനയ്ക്കും നഷ്ടമായി എന്നാണ് കണക്കുകൾ. ചൈന ഇത് അംഗീകരിക്കുന്നില്ലെങ്കിലും. ഇതേ തുടർന്നാണ് എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിമാന സർവീസുകൾ ഉൾപ്പെടെ നിർത്തിവെച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോഡിയും ഷീയും നടത്തിയ കൂടിക്കാഴ്ചയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകലിന് കാരണമാകുകയും നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിക്കുന്നതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഈ 2025 എത്തി നിൽക്കുമ്പോൾ ദൃഢമായ ബന്ധത്തിലേക്ക് വളരാൻ സാധ്യതകൾ തുറന്നത്. US-ൻ്റെ വ്യാപാര നയങ്ങളാണ് ഈ ബന്ധത്തിന് വേഗത നൽകിയത് എന്ന് വിസ്മരിച്ചുകൂടാ. ഇക്കഴിഞ്ഞ മാർച്ച് 25 ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തിയിലെ സഹകരണത്തെപ്പറ്റിയും കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കുമുള്ള തീർത്ഥാടന യാത്രകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. ഇത്തരം ചർച്ചകളിലെ വിജയത്തിന് പിന്നിൽ അജിത് ഡോവൽ എന്ന കുശാഗ്ര ബുദ്ധിക്കാരനാണ്. 2025 വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചൈന ടിബറ്റിലെ യാർലുങ് സംഗ്പോ നദിയിൽ ഒരു വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഇത് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിലേക്കും പാരിസ്ഥിതിക ആഘാതത്തിലേക്കും നയിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഈ മഞ്ഞുരുകൽ എല്ലാത്തിനും പരിഹാരം കാണുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചൈനീസ് പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും സന്ദേശ കൈമാറ്റത്തിന് തൊട്ടു പിന്നാലെ ന്യൂഡൽഹിയിലെ ചൈനയുടെ അംബാസഡർ സു ഫെയ്ഹോങ് ഗ്ലോബൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്നും തിരിച്ച് ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു.
ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ തന്നെ ചൈനയിലെ ഇലക്ട്രോണിക് ഭീമന്മാരായ ഹെയറും TLCയും വിവോയും ബോയ് ടെക്നോളജിയും ലക്ഷ്യെയറും ഇതിനെല്ലാം പുറമെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ BYDയുടെയും പ്ലാന്റുകളും ഫാക്ടറികളും ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇന്ത്യക്കാർക്ക് നൽകുന്ന തൊഴിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇന്ത്യക്ക് പുറമെ ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ചൈന ബന്ധം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇപ്പുറത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയുമായും യൂറോപ്യൻ യൂണിയനുമായും ന്യൂസിലൻഡുമായും വ്യാപാര ചർച്ചകളും കരാറുകളും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നേറുന്നതെങ്കിൽ US-ൻ്റെ കാലങ്ങളായുള്ള വല്യേട്ട സ്ഥാനം അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ നമ്മൾ നാൾക്കുനാൾ അതിവേഗം വളരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭാവി തലമുറയെ കാത്തിരിക്കുന്നത് സമ്പത്തും സന്തോഷവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരു ജീവിതമാണ് എന്ന് ഉറപ്പാണ്.